ചത്താ പച്ച, ഡയറക്റ്റഡ് ബൈ അദ്വൈത് നായർ. ഒന്നും പറയാനില്ല. മമ്മൂക്കയുടെ ക്യാമിയോ ഉണ്ട്, ഗംഭീരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചു പോയി. അവസാനം ഏറ്റവും വലിയ ഡിസപ്പോയിൻമെന്റ് എന്ന ഒരു ക്യാമിയോ ആയിട്ട് മാറിയ ഒരു സിനിമ. എനിക്കൊന്നും ബസൂക്കയ്ക്ക് ശേഷം ഇത്രയും ലാസ്റ്റ് 30 മിനിറ്റ് വന്ന് ഇത്രയും വെറുപ്പിച്ച ഒരു മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇതായിരിക്കും. അതുവരെ സിനിമ അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പോയി. ശങ്കർ എഹ്സാൻ ലോയിയുടെ മ്യൂസിക്കും മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോയി. പിന്നെ ചത്താ പച്ച എന്ന് പറയുന്ന സോങ് നല്ലതായിരുന്നു. പക്ഷെ പടം മൊത്തത്തിലും ഒക്കെ ആണ് ഫൈറ്റ് സീക്വൻസ്, റെസ്ലിംഗ് സീക്വൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ പടം നോക്കുമ്പോൾ അങ്ങോട്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഒരു കൊച്ചി പടം അത്രേ ഉള്ളൂ. പക്ഷെ അവസാനത്തെ 30 മിനിറ്റ് വന്ന് മമ്മൂട്ടി വന്ന് ഇപ്പോൾ കത്തിക്കും എന്ന് പറഞ്ഞ് നമ്മൾ സിൽ ഹൗസ് ഫ്രെയിമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് സീൻ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കൈയടിച്ച് വരുമ്പോൾ പുള്ളി അങ്ങ് സംസാരിക്കാൻ തുടങ്ങും. അതോടെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. നമ്മൾ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു ക്യാമിയോ, അങ്ങനത്തെ ഒരു ക്യാമിയോ ആയിപ്പോയി. ഒട്ടും തന്നെ അവസാനം അത്രയും വലിയൊരു ലെജൻഡിനെ കൊണ്ടുവന്നിട്ട് ഇത്രയും ഒരു ബേസ് ഇല്ലാത്ത ഒരു ക്യാരക്ടറായിപ്പോയി എന്ന് പറയുന്ന ഒരു രീതിയായിപ്പോയി. ഇതാണ് എൻ്റെ ചത്താപ്പിച്ച റിവ്യൂ. കട്ട്സ് കൊള്ളായിരുന്നു, സിനിമാറ്റോഗ്രാഫി നല്ലതായിരുന്നു, പെർഫോമൻസസും നൈസായിരുന്നു. സ്പെഷ്യലി അർജുൻ അശോകൻ, വൈശാഖ് നായർ ഒക്കെ പെർഫോമൻസ് നല്ലതായിരുന്നു.